ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരുപാട് പേരുടെ റിക്വസ്റ്റ് ഉണ്ടായിരുന്ന എൻ്റെ രീതിയിൽ ഞാൻ തയ്യാറാക്കുന്ന നാരങ്ങ അച്ചാറാണ്. വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു നാരങ്ങ അച്ചാറാണിത്. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നാരങ്ങ ഒന്ന് വേവിച്ചെടുക്കണം. ആവിയിൽ വെച്ചിട്ടാണ് ഞാൻ നാരങ്ങ വേവിച്ചെടുക്കുന്നത്. ഇത് ഒരുപാട് വെന്തിട്ടൊന്നും പോകരുത്, ഒരു 70% മാത്രം വെന്താൽ മതിയാവും. 1/2 കിലോ നാരങ്ങയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് വെള്ളത്തിൽ വേവിച്ചെടുക്കാം. അപ്പോൾ വെള്ളത്തിലിട്ട് വേവിച്ചെടുക്കാത്തതിൻ്റെ കാരണം എന്തെന്ന് വെച്ചാൽ കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും വെള്ളത്തിൽ കിടന്നിട്ട് ചില നാരങ്ങയെല്ലാം പൊട്ടിപ്പോവും. അങ്ങനെ വരുമ്പോഴത്തേക്കും അതിലെ ജ്യൂസ് എല്ലാം വെള്ളത്തിൽ പോവും. അതിൻ്റെ പേരിലാണ് നമ്മളിതുപോലെ ആവിയിൽ വേവിച്ചെടുക്കുന്നത്. പിന്നെ നമ്മൾ നാരങ്ങ അച്ചാറിടാൻ വേണ്ടി വാങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ ആ നാരങ്ങയുടെ തോട് കട്ടിയുള്ളത് നോക്കി വാങ്ങരുത്. എങ്കിൽ നല്ല കയ്പുണ്ടാവും നാരങ്ങ അച്ചാറിന്. അതിൻ്റെ പേരിൽ തോട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളത് നോക്കിയിട്ട് വേണം നമ്മളിത് വാങ്ങാനായിട്ട്. എന്നാൽ ശരി, ഒരു 15 മിനിറ്റ് ഇതിങ്ങനെ ഇരുന്ന് ആവിയിലിരുന്ന് വേകട്ടെ. അത്രയും സമയം കൊണ്ട് നമ്മുടെ നാരങ്ങ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. ഇതിപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. നമ്മുടെ നാരങ്ങയെല്ലാം നല്ല കറക്റ്റായിട്ട് വെന്തിട്ട് വന്നിട്ടുണ്ട്. ഇത് ഇത്രയും മതിയാവും. ഇനി ഇതിൻ്റെ ചൂട് മാറിയതിന് ശേഷം ചെറിയ ചെറിയ പീസായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ചൂടൊന്ന് മാറാൻ വേണ്ടിയിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം. അത്രയും സമയം കൊണ്ട് നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. മറ്റൊരു പാത്രം അടുപ്പത്തേക്ക് വെച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 2 ടീസ്പൂൺ അളവിൽ ഉലുവ കൂടി ചേർക്കുകയാണ്. ഇനി നമുക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ അളവിൽ മുഴുവൻ മല്ലിയാണ്. സാധാരണ നമ്മൾ നാരങ്ങ അച്ചാർ തയ്യാറാക്കുമ്പോഴത്തേക്കും മല്ലി ചേർക്കാറില്ല. പക്ഷെ നമ്മൾ ഈ അച്ചാർ തയ്യാറാക്കുമ്പോഴത്തേക്കും 1 ടേബിൾ സ്പൂൺ അളവിൽ മുഴുവൻ മല്ലി ചേർക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ മുഴുവൻ മല്ലി ഇല്ലയെന്നുണ്ടെങ്കിൽ മല്ലിപ്പൊടി ചേർക്കരുത്. അത് നമുക്ക് സ്കിപ്പ് ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. ഇനി നമുക്കിത് ഇത്രയും നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം. നല്ലൊരു മണമെല്ലാം വരും. അപ്പോഴത്തേക്കും നമുക്കിത് മാറ്റാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് വറുത്തെടുക്കാനായിട്ട്. ഒരു 2 മിനിറ്റ് മതിയാവും. ഇതിപ്പോൾ നല്ലതുപോലെ വറുത്തെടുത്തിട്ടുണ്ട്. ഇത് ഇത്രയും മതിയാവും. ഇനി നമുക്കിത് മാറ്റാം. വീണ്ടും അതേ പാനിലേക്ക് തന്നെ വറ്റൽമുളക് ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ 25 ഗ്രാം വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. ഇത് കാശ്മീരി മുളകാണ്. അതിൻ്റെ പേരിൽ നല്ല കളറുണ്ടാവും, പക്ഷേ എരിവ് കുറച്ച് കുറവായിരിക്കും. ഇതും നമ്മൾ നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം. ഒരു 15 മുളകുണ്ടാകും ഇത്. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇത് ഇത്രയും മതിയാവും. ഇനി നമുക്കിതെല്ലാം തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് അച്ചാർ വയ്ക്കുന്ന ചട്ടിയിലേക്ക് ഒരു 7 ടേബിൾ സ്പൂൺ അളവിൽ നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം. അച്ചാർ എപ്പോഴും നമ്മൾ നല്ലെണ്ണയിൽ വേണം തയ്യാറാക്കാനായിട്ട്. എങ്കിൽ മാത്രമേ അച്ചാറിന് നല്ലൊരു ടേസ്റ്റും അതുപോലെ തന്നെ ഒരുപാട് നാൾ കേടാകാതിരിക്കാനും നമ്മൾ നല്ലെണ്ണയിൽ ചെയ്യുന്നതാണ് നല്ലത്. എണ്ണ ഒന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കടുക് ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് ഒരു 15 വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ തോടോടുകൂടി ചതച്ചിട്ട് വെച്ചിരിക്കുകയാണ്. കൂടെ തന്നെ ഒരു വലിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞിട്ട് വെച്ചിരിക്കുകയാണ്, അതുകൂടി ചേർക്കാം. ഇനി ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ആ ഒരു പച്ച മണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒരു പച്ച മണം മാറിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 3 വറ്റൽമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കറിവേപ്പില കൂടി ചേർക്കുകയാണ്. കൂടെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ കായപ്പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ മഞ്ഞൾപ്പൊടി നമ്മൾ കൂടുതൽ ചേർക്കുന്നതോറും ഒരുപാട് നാൾ അച്ചാർ കേടാകാതിരിക്കും. ഇത് ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് നാരങ്ങ ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞിട്ട് വെച്ചിരിക്കുകയാണ്. കൂടെ തന്നെ നമ്മൾ നേരത്തെ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന പൊടി കൂടി ചേർക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതുവരെ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു. ഇനി ഇതിലേക്ക് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ പരലുപ്പാണ് എടുത്തിട്ടുള്ളത്. പരലുപ്പ് ചേർത്തിട്ടാണ് ഞാൻ അച്ചാർ തയ്യാറാക്കുന്നത്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇപ്പോൾ ചിലരുടെ വീട്ടിലെല്ലാം പെട്ടെന്ന് അച്ചാർ തീർന്നു പോകും. 2 ആഴ്ചയൊക്കെ ആകുമ്പോൾ തന്നെ ഈ വെച്ചിരിക്കുന്ന ഇത്രയും അച്ചാറും തീർന്നിട്ട് പോകും. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ വിനീഗർ ഇതിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. അതല്ല 2-3 മാസം കഴിഞ്ഞിട്ട് ഇത്രയും തീരത്തുള്ളൂ എങ്കിൽ കുറച്ച് വിനീഗർ ഒഴിച്ചിട്ട് വേണം നമ്മൾ ഇത് സൂക്ഷിച്ച് വെക്കാനായിട്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഇതിലേക്ക് ഇനി ഒരു 1/2 കപ്പ് അളവിൽ വിനീഗർ കൂടി ചേർത്ത് കൊടുക്കുകയാണ്. കൂടെ തന്നെ നമ്മുടെ അച്ചാറിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് 1 പീസ് അളവിൽ ശർക്കര ചേർക്കുക എന്നുള്ളത്. 1 പീസ് അളവിൽ ശർക്കര ചേർത്താൽ മാത്രമേ ആ പുളിയും ആ കയ്പ്പൊക്കെ ഒന്ന് മാറിയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇത് മറക്കാതെ നമ്മൾ 1 പീസ് അളവിൽ ശർക്കര കൂടി ചേർക്കണം. ഒരു 3 ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ അച്ചാർ ഉപയോഗിച്ച് തുടങ്ങാം. കാരണം നമ്മുടെ നാരങ്ങയ്ക്ക് കയ്പുണ്ടെങ്കിൽ അതിപ്പോൾ നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കയ്പ് ഉണ്ടാവും. അപ്പോൾ 2-3 ദിവസം കഴിയുമ്പോഴത്തേക്കും ആ കയ്പെല്ലാം മാറിയിട്ടുണ്ടാവും. ആ ഒരു ടൈമിലാണ് നമ്മുടെ അച്ചാർ കറക്റ്റായിട്ടുണ്ടാവുക. അത് ഈ അച്ചാറല്ല, നമ്മൾ ഏത് അച്ചാർ ഇട്ടാലും ഒരു 2 ദിവസം കഴിഞ്ഞതിന് ശേഷമേ അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നല്ല കയ്പുള്ള നാരങ്ങയാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം ശർക്കര നമ്മളതിലേക്ക് ചേർക്കണം. അപ്പോൾ ഇത് അത്രയും കയ്പില്ലാത്ത നാരങ്ങ ആയതുകൊണ്ടാണ് ഈ ഒരു പീസിൽ ശർക്കര ചേർത്തത്. ഇതിപ്പോൾ ഗ്രേവി കുറവായിട്ടാണ് അച്ചാറിനുള്ളത്. ഗ്രേവി കുറവാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതിലേക്ക് ചൂടുവെള്ളമോ പച്ചവെള്ളമോ ഒന്നും ഒഴിക്കരുത്. അച്ചാറിലേക്ക് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് പെട്ടെന്ന് പൂത്തിട്ട് പോകും. അതിൻ്റെ പേരിൽ വെള്ളം ഒന്നും ചേർക്കരുത്. ഒരു 2-3 ദിവസം കഴിയുമ്പോൾ തന്നെ ഈ അച്ചാറിലേക്ക് നാരങ്ങയ്ക്കുള്ളിലുള്ള ആ ജ്യൂസ് എല്ലാം ഇറങ്ങിയിട്ട് നല്ലതുപോലെ ഗ്രേവി ഉണ്ടാകും. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇനി നമ്മളിത് ചെയ്യേണ്ടത്, ഇതൊന്ന് തണുത്തതിന് ശേഷം ഒരു ദിവസം ഒന്ന് വെയിലത്ത് വെച്ചിട്ട് നമ്മൾ എടുക്കണം. ഒരു ദിവസം ഫുള്ളും നല്ലതുപോലെ ഒന്ന് വെയിലത്ത് വെച്ചിട്ട് നമ്മളിത് എടുക്കണം. എന്നിട്ട് തണുത്തതിന് ശേഷം ഒരു ഗ്ലാസ് ബോട്ടിലോ അല്ലെങ്കിൽ ഭരണിയിലോ ആക്കിയിട്ട് നമുക്കിത് സൂക്ഷിച്ച് വെക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു അച്ചാറാണിത്. നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇത് നല്ലതുപോലെ ഇഷ്ടമാവും. ഒരു പുതുമയാർന്ന ടേസ്റ്റ് തന്നെയായിരിക്കും നിങ്ങൾക്ക് ഈ അച്ചാർ തയ്യാറാക്കുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ നിങ്ങളിത് തയ്യാറാക്കി നോക്കിയതിന് ശേഷം അതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ മറക്കാതെ അറിയിക്കുകയും വേണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഇത് മറ്റുള്ളവർ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് വരുന്നവരേക്കും ബൈ ഫ്രം ഷമീസ് കിച്ചൻ.